ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഇറാന്റെ രത്നകിരീടം എന്ന് പറയുന്ന ഒരു ദ്വീപാണ് ഖാർഗെ ദ്വീപ്. ഈ ദ്വീപിന് അനവധി പ്രത്യേകതകളുണ്ട്. ഒന്ന്, അവിടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ അവിടെയാണ്. മറ്റൊന്ന്, ഈ ദ്വീപിൽ നിന്നാണ് 90% ഇറാൻ അവരുടെ എണ്ണ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അവരുടെ ഒരു പ്രധാന എണ്ണ വിതരണ ശൃംഖല, എണ്ണ സംഭരണ ശൃംഖല എല്ലാം ഉള്ളത് ഈ ദ്വീപിലാണ്. കഴിഞ്ഞ ദിവസം ഈ ദ്വീപിൽ കനത്ത ബോംബിംഗ് ആണ് അമേരിക്ക നടത്തിയത്. ഇത് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ സാമ്പത്തിക നട്ടലൊടിക്കുന്ന ഒരു വലിയ ആക്രമണം തന്നെയായിരുന്നു. 90% എണ്ണ കയറ്റുമതിയും ഈ ദ്വീപിലൂടെയാണ്. അപ്പൊ ഈ ദ്വീപിലെ എണ്ണ സംഭരണശാലകൾക്ക് അത് കേടുപാട് പറ്റിയാൽ അത് പുനരുദ്ധരിച്ച് വരുമ്പോഴേക്കും കാലങ്ങളേറെ എടുക്കും. ഇറാൻ അതോടുകൂടി സാമ്പത്തികമായി തകരും. പക്ഷേ ഇവിടെ ഇപ്പോൾ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നത് അവരുടെ സൈനിക കേന്ദ്രങ്ങളെയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇതൊരു സൂചനയാണ്, അടുത്ത ആഴ്ചയോടുകൂടി ഈ യുദ്ധം അവസാനിക്കും, ഇറാൻ കീഴ്പ്പെടുത്തും. അതിനായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് ഈ ഖാർഗെ ദ്വീപായിരിക്കും. കാരണം അവിടുത്തെ എണ്ണ സംഭരണശാലകളും മറ്റും തകർത്ത് കഴിഞ്ഞാൽ ഇറാൻ അതോടുകൂടി ഇല്ലാതാകുമെന്ന് അമേരിക്ക കരുതുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ അപകടം ഉണ്ട് എന്ന് അന്താരാഷ്ട്ര ഈ യുദ്ധ വിദഗ്ധരും മറ്റും പറയുന്നു. കാരണം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ ഇറാനെ സംബന്ധിച്ച് പിന്നെ വേറെ വഴിയൊന്നും ഉണ്ടാകില്ല. സമീപത്തുള്ള രാജ്യങ്ങളിലെ എണ്ണ സംഭരണശാലകളും എണ്ണപ്പാടങ്ങളും നേരെയും ഇറാൻ വലിയ രീതിയിൽ തന്നെ ആക്രമണം അഴിച്ചുവിടും. ഒപ്പം തന്നെ ഇറാന്റെ കൈവശം മറ്റേതെങ്കിലും രാജ്യം വഴി ആണവായുധങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാനും ഇറാൻ മടിക്കില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ജീവന്റെ അവസാന നിലനിൽപ്പായ ഖാർഗെ ദ്വീപ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുൻപോട്ട് പോവുക പ്രയാസകരമായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ എന്തിനും തയ്യാറാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലോകത്തുള്ള ഈ നയതന്ത്ര വിദഗ്ധർ അടക്കമുള്ളവർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.